ദൈവത്തിനു സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. തിരുവചനത്തിലെ ചില സന്ദേശങ്ങൾ നിങ്ങളോട് അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പലവിധ ഉപമകൾ പറയുന്നതായി ദൈവജനത്തിൽ കാണാൻ കഴിയും. അതിലെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് മുടിയനായ പുത്രനെ കുറിച്ചുള്ളത്. മുടിയനായ പുത്രൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് തരേണ്ട ഓഹരി എനിക്ക് തരണമേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പങ്ക് എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് തനിക്ക് തൻ്റെ ഓഹരി പിതാവ് കൊടുത്തതായിട്ടാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ സ്വത്തുമായി താൻ ദൂരെ യാത്ര ചെയ്തു. ഒന്ന്, പിതാവിനെ മറന്നു. രണ്ട്, ഒരു സഹോദരനുണ്ടായിരുന്നു, മറന്നു. മൂന്ന്, ഭവനത്തെ മറന്നു, ഭവനത്തിലുള്ളവരെ മറന്നു. ഭവനത്തിലുള്ളതായ അനേക കാര്യങ്ങളുണ്ട്, അതെല്ലാം മറന്നു. അതൊന്നും വേണ്ട എന്ന് മറന്ന് താൻ ദൂര യാത്രയിലേക്ക് പോയി. അപ്പോൾ ഈ മുടിയനായ പുത്രൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒന്നും വേണ്ട, താൻ സ്വരൂപിച്ച പണവുമായി സ്വന്തം വഴിയിലേക്ക് പോകുന്നതായി സ്തോത്രം തിരുവചനത്തിൽ കാണാൻ കഴിയും. ഇന്ന് മനുഷ്യൻ പലരെയും മറക്കുന്നവരാണ്. ഇവിടെ മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ സമ്പത്ത് കയ്യിൽ വന്നപ്പോൾ താൻ സകലവും മറന്ന് എന്നാണ് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും അങ്ങനെയാണ് മനുഷ്യൻ ആധുനിക ലോകത്തിൽ സാമ്പത്തികമായി പല കാര്യങ്ങളിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആകുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ മറക്കുന്നവരുണ്ട്, സഹോദരങ്ങളെ മറക്കുന്നവരുണ്ട്, എളിയവരെ മറക്കുന്നവരുണ്ട്. എന്ന് പറയേണ്ട പലരെയും മറന്ന് സ്വന്തമായ വഴിയിലേക്ക് സ്തോത്രം പോകുന്നതായി കാണാൻ കഴിയും. സ്തോത്രം. പിന്നെ അവർ ആരെയും ഓർക്കുന്നില്ല. വലിയ വീടുകൾ വെച്ച് മതിലുകൾ കെട്ടി ആരും അകത്തോട്ട് പ്രവേശിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളെ ക്രമീകരിച്ചാണ് മനുഷ്യൻ ഇന്നും ജീവിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ മറന്നു, വേണ്ടപ്പെട്ടവരെ മറന്നു. അവർ സ്വന്തം വഴികളിലേക്ക് ജീവിക്കുക. പെന്തക്കോസ്ത് തലത്തിൽ പലരും പലരെ മറന്നാണ് അവരുടെ ആരാധനയും പ്രാർത്ഥനയും പ്രസംഗങ്ങളും കേട്ടുകഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വരുമെന്നുള്ള രീതിയിലാണ്. കാരണം അവര് സകലവും ദൈവികമായ കാര്യങ്ങളെല്ലാം മറന്നാണ് ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്തൊക്കെയായി എന്നുള്ള രീതിയിലാണ് മനുഷ്യന്റെ പോക്ക്. ഇതൊക്കെ മനുഷ്യൻ ദൈവത്തെ മറന്ന് വ്യവസ്ഥകൾ മറന്ന് ജീവിക്കുന്നവരാണ് ലോകത്തിൽ കാണാൻ കഴിയും. അവസാനം താൻ ഒരു പൗരനിൽ ചെന്ന് ആശ്രയിച്ച്
ഒരു ജോലി മേടിച്ചു. അത് പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലിയാണ് തനിക്ക് ലഭിച്ചത്. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞു പോകുമ്പോൾ ഈ പന്നി തിന്നുന്ന വാളവരം എന്ന് പറയുന്ന ആഹാരം ഈ വ്യക്തിയും കഴിക്കുവാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ കഴിച്ചു. പലപ്പോഴും പന്നിയായിട്ടുള്ള ബന്ധത്തിലാണ് താൻ ജീവിതം മുന്നോട്ട് പോയത്. ഒക്കെ സ്വന്തം ഭവനം വിട്ടു വന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന അവിടെ കാണുന്നത്, ഈ പന്നി കടി കൂടിയപ്പോൾ ഒരു പന്നി അവൻ്റെ തലയിൽ വന്നടിച്ചു. അപ്പോഴാ അവന് സുബോധം വന്നത്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ പേര് ഭക്ഷണം വെറുതെ കഴിക്കുന്നു. അവന് മനസ്സിലായി, അവൻ അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ നിന്റെ മകനെന്ന് പറയുവാൻ യോഗ്യനല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ അതെല്ലാം ഉപേക്ഷിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിച്ച് അവന് മോതിരം കൊടുത്ത് അച്ചാരമായി, അല്ലെങ്കിൽ മോതിരം പരിശുദ്ധാത്മാവിനെ നൽകി. പിതാവ് അവനെ സ്വീകരിച്ച് അവിടെ വാദ്യഘോഷം ഒക്കെ ഉണ്ടായി. അവിടെ വളരെ ആഘോഷങ്ങളായിരുന്നു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിക്കുന്നു, അല്ലെങ്കിൽ അവൻ വീണ്ടും മടങ്ങി വന്നു. സ്വർഗം ഒരു പാവിയെ കുറിച്ച് മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്ദേശം ഇവിടെ അറിയിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ സകലവും മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, വിടിയിപ്പാൻ ആരും കാണത്തില്ല, ദൈവം കീറിക്കളയുമെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ ഏർപ്പെടുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ മറക്കാതെ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ഇന്ന് വിശ്വാസഗോളത്തിൽ ചിലരെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ വളരെ വളരെ ദൈവം ഇറങ്ങി വരുമോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ വഴി മറന്നിട്ടായി പ്രാർത്ഥിക്കുന്നത്. ചിലരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ദൈവം അവരുടെ കൂടെയുള്ള പോലെ ദൈവത്തെ മറന്നിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. ചിലർക്ക് സമ്പത്ത് കയ്യിൽ വന്നെങ്കിൽ നൂല് വരും. ഇതും ദൈവത്തെ മറന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇതിനകത്ത്, അതായത് പെന്തക്കോസ്തിനകത്ത് നിന്നുകൊണ്ട് സുവിശേഷകരെ എതിർക്കുന്നവരുണ്ട്. പണി വരും. കാരണം ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തെ ആരെങ്കിലും എതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കള്ളങ്ങൾ ചുമത്തുകയും ജീവിതത്തിൻ്റെ മേഖലകളിൽ അതേ സ്തോത്രം മോക്ഷമായി സംസാരിക്കുകയും ഇടപാട് ചെയ്യുമ്പോൾ ദൈവം ഈ ചെയ്യുന്ന വ്യക്തിക്ക് പണി വരും, എന്നല്ലെങ്കിൽ നാളെ വരും. ഇത് ഉറപ്പ് തന്നെ, യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്ദേശത്തിൽ ദൈവികാലോചന മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് സങ്കേതമായി, ദൈവം നമുക്ക് കോട്ടയായിരിക്കുകയാണ്. അതുകൊണ്ട്
ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വന്ന് ദൈവത്തെ ഓർത്ത് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, എല്ലാം ഓർത്തും ദൈവികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പിശാച് തൻ്റെ ശക്തമായ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. ഈ ലോകത്തിൽ വിടുവിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മുന്നേറുന്ന ജീവിതത്തെ ദൈവം വിടുവിപ്പാനിടയായിത്തീരും. വചനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.